ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു ഈ കടായിയെക്കുറിച്ച്, കാസ്റ്റ് അയൺ കടായിയെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വിവരം പറയാനാണ് ഞാനിപ്പം വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും കടായി എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം ഇത് ഞാൻ കാസ്റ്റ് അയൺ കടായി ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ കയ്യിൽ കുറേ കാസ്റ്റ് അയണിൻ്റെ ഐറ്റംസ് ഉണ്ട്. ഇപ്പം ഞാൻ പൂർണ്ണമായിട്ടും നോൺ സ്റ്റിക്ക് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് കാസ്റ്റ് അയണൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ക്ലേ പോട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഓർഡർ ചെയ്തതാണ്. ഇത് ഈ ചപ്പാത്തിയുടെ തവയാണ്. ഇത് ഇൻഡക്ഷനിലും വെക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇത് എത്ര വർഷമായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, പിടിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അത് പോകുന്നൊന്നുമില്ല. നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടിപ്പോയി 6 മാസം, ഒരു വർഷം പോലും വരത്തില്ല. പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വർഷം തോറും നമ്മുടെ കയ്യിലിരിക്കാൻ പറ്റിയ സാധനങ്ങളാണ് കാസ്റ്റ് അയൺ. പിന്നെ നമ്മുടെ ഹെൽത്തിനും ഏറ്റവും നല്ലതാണ് കാസ്റ്റ് അയൺ കടായി. അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ വഴി ഇൻഡസ് വാലിയിൽ നിന്നാണ് എടുത്തത്. ഞാൻ ഇതിന് മുമ്പേ ഒരു ഇൻഡസ് വാലിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ ഇത് നമ്മൾ സൂക്ഷിക്കുന്നതും കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത്, നമ്മൾ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് വെച്ചാൽ ഇത് കുറച്ച് നമ്മൾ ഉപയോഗിക്കും തോറും ഇത് നമുക്ക് പഴയ വരും. അങ്ങനെയാണ് നമുക്കിതൊന്ന് സെറ്റായി കിട്ടുക. പക്ഷേ ഈ ഇൻഡസ് വാലിയുടെ ഇതിൽ ഇവർ സീസൺ ചെയ്താണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമുക്ക് നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റെപ്പ് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്ത ബോക്സ് വന്നതാണ് ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്, അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല പാക്കിംഗ് ആണ് അവരുടെ ഇത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി കിട്ടുകയും ചെയ്യും. പിന്നെ കോംബോ ഓഫർ നിറയെ ഉണ്ട്. നമ്മൾ എപ്പോഴും സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് ആ ഓഫേഴ്സ് നിറയെ കിട്ടും നമുക്ക്. ഇപ്പോൾ ഞാനിവിടെ ഒരു ചപ്പാത്തി തവയും ഫിഷ് ഫ്രൈ ചെയ്യുന്ന പാനുമാണ് ഓർഡർ ചെയ്തത്. അപ്പം ഇതിപ്പം ഫിഷ് ഫ്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾ ഫ്രൈ എന്ത് വേണമെങ്കിലും നമുക്കതിൽ ചെയ്യാം. പിന്നെ ചപ്പാത്തി തവ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡക്ഷനിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ വന്ന ഉടനെ ഞാൻ എപ്പോഴായാലും നമ്മൾ കാസ്റ്റ് അയൺ വരുമ്പോൾ തന്നെ നല്ലോണം സോപ്പിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് ഓണിയൻ ഇട്ട് നല്ലോണം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. നല്ലോണം ആ ഓണിയൻ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം പിന്നെയും നമ്മളത് വാഷ് ചെയ്തിട്ട് സോപ്പിട്ട് വാഷ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇച്ചിരി ഓണിയനൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നല്ല സോപ്പിട്ട് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഇതുപോലെ എടുത്തിട്ട് ഇതിൽ കുറച്ച് നമ്മൾ എണ്ണ തേച്ച് പിടിപ്പിച്ച് വേണം വെക്കാൻ. ഇത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം അവർ ഓൾറെഡി നമുക്ക് സീസൺ ചെയ്ത് തരുന്ന തവകളായതുകൊണ്ട് നമുക്കിപ്പോൾ ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് കൈ കിട്ടുമ്പോൾ ഇതുപോലെ ഓണിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്കതിങ്ങനെ മാറ്റി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ മതി. അപ്പം നമുക്ക് എല്ലാവർക്കും ഇത് പ്രയോജനമാകട്ടെ വിചാരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എല്ലാവരും വാങ്ങിക്കും കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.